ഡേ 3 ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് 94 ആണ്. സോ നമ്മൾ 95.5 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 1.5 കിലോഗ്രാം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡേ 3 നിങ്ങൾക്ക് എന്ത് ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നോർമൽ നമ്മൾ എണീറ്റ ഉടനെ എന്ത് ചെയ്യുക, ഹണി കഴിക്കുക, ഒരു സ്പൂൺ ഹണി കഴിക്കുക. നോർമലായിട്ട് ഹണി സെപ്പറേറ്റ് കഴിക്കുക, വെള്ളം ആഡ് ചെയ്യേണ്ട. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നോർമൽ വാട്ടർ കുടിക്കുക. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വരുന്നത് 9-9:30 സമയത്ത് എന്ത് ചെയ്യുക, ഓട്സ് ആണ് കഴിക്കേണ്ടത്. ഓട്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ കോക്കറിൻ്റെ ഈ ഓട്സ് ആണ് കഴിച്ചത്. അതല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ അതല്ലെങ്കിൽ ബദാം എന്തെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യാം, അതൊരു 200-250 ഗ്രാം കഴിക്കാം. 2 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ച് ടൈമിൽ ഇന്ന് നമുക്ക് സൂപ്പ് മാത്രമാണ് കുടിക്കേണ്ടത്. സോ വെജ് അതല്ലെങ്കിൽ നോൺ വെജ് രണ്ടും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ബോയിൽ ചെയ്തിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യാം, കഴിക്കാം. അതല്ലെങ്കിൽ വെജിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നോൺ വെജ് കൂടി ആഡ് ചെയ്യാം. നോൺ വെജ് താല്പര്യമുള്ളവർക്ക് കുഴപ്പമില്ല. അതൊരു ബൗളിൽ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് കുടിക്കുക. 4-4:30 ആവുന്ന സമയത്ത് ചായ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ പോലെ ഒരു മിൻറ്റ് ടീയോ അതല്ലെങ്കിൽ ഗ്രീൻ ടീയോ എന്ത് ചെയ്യാം, കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഡിന്നറാണ് വരുന്നത്. ഡിന്നർ ഒരു 7:30 സമയത്ത് ഇന്നൊരു പ്ലേറ്റ് ഫുള്ളായിട്ട് സാലഡ്. അത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിളും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പൊട്ടാറ്റോ അധികം ആഡ് ചെയ്യേണ്ട, ബാക്കിയുള്ള ലീഫി വെജിറ്റബിൾസ്, കോളിഫ്ലവർ മറ്റുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടുള്ള സാലഡ് കഴിക്കാം. അത് കഴിഞ്ഞ ശേഷം വെള്ളം മാത്രം. ഡിന്നർ കഴിക്കേണ്ട മാക്സിമം സമയം ബിഫോർ 8 ആണ്. 8 മണിക്കുള്ളിൽ എന്ത് ചെയ്യണം, ഡിന്നർ കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞ് 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിടക്കാം. 3rd ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് നമ്മൾ കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നല്ല വിശപ്പ് കാര്യങ്ങളുണ്ടാവും, തലവേദന ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സോ നമ്മൾ എന്തായാലും നാളെ 4th ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ മുസഫർ.